ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളായിട്ട് പിന്നാവട്ടെ അപ്ലോഡ് ചെയ്യാമെന്ന് മാറ്റി മാറ്റി വെച്ചൊരു വീഡിയോ ആട്ടോ ഇത്. 2024 ജൂലൈ 3 കേട്ടോ എൻ്റെ കോൺവെക്കേഷൻ ഡേ. ഭയങ്കര പരിപാടിയായിട്ടൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു രീതിയിലായിരുന്നു. പഠിച്ച സ്ഥലത്ത് വെച്ച് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ പഠിച്ചത് നാച്ചുറൽസിലാണ്, എറണാകുളം കലൂരാട്ടോ ഈ സ്ഥാപനം ഉള്ളത്. എല്ലാവരും കൂടി ഒരു സ്പോട്ട് പറഞ്ഞു, അവിടെ എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ചാട്ടോ ഞങ്ങൾ കയറിയത്. എന്നെപ്പോലെ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കുറേ നാളായി കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ സംസാരം കഴിഞ്ഞിട്ട് സമയമില്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയായിരുന്നു. അതിനുശേഷം മിസ് ഞങ്ങൾക്ക് ക്യാപ്പും ഗൗണും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നും പരിചയപ്പെടുത്താൻ പറ്റില്ല, എന്നാലും കുറച്ച് പേരെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ താത്തു. പുള്ളിക്കാരിയുടെ പേര് സിൽസില എന്നാണ്. പുള്ളിക്കാരി ലക്ഷദ്വീപുകാരിയാണ്. ലക്ഷദ്വീപിൽ നിന്ന് എറണാകുളത്ത് വന്ന് പഠിക്കുക കേട്ടോ. ഈ ഇരിക്കുന്നവർ നമ്മുടെ കൂടെ ഉള്ളവരാട്ടോ. ഇവരെല്ലാം ഓരോരോ വർക്കിന് കയറിയിട്ടുണ്ട് ഓൾറെഡി. പ്ലേസ്മെന്റ് ആയിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, ഓൺടർപ്രന്യൂർ ആവരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. പിന്നെ പരിചയപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ മിസ്സാണ്. ജയലക്ഷ്മി എന്നാണ് മിസ്സിൻ്റെ പേര്. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. പുള്ളിക്കാരി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തുടക്കത്തിലൊക്കെ ഞാൻ ഇവിടെ നിന്ന് പോയത്. കാര്യം അത്ര സപ്പോർട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പുള്ളിക്കാർ റിസൈൻ ഇട്ട് പോയി. പിന്നെ സാറാണെങ്കിലും മാം ആണെങ്കിലും ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സാറിൻ്റെ ക്ലാസ്സും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ചൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗണും ക്യാപ്പും ഒക്കെ ഇടുക കേട്ടോ. ഈ ഒരു ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പെട്ടെന്നൊരു കോൾ വന്നു, കോൺവെക്കേഷൻ ഡേ ആണ് വരണമെന്ന് പറഞ്ഞിട്ട്. കാര്യം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്നിനും ഒരു ടൈം കിട്ടുന്നില്ലായിരുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിലും ഇതിനിടയിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ജോലിക്ക് കയറി. ഞാൻ പഠിച്ച ജോബല്ല ചെയ്യുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബിന് കയറിയിരുന്നു, ഫീസൊക്കെ അടയ്ക്കാനായിട്ട്. കാര്യം കുറച്ചൊക്കെ എൻ്റെ അമ്മയാണ് ഹെൽപ്പ് ചെയ്തത്. എന്നാൽ കഴിയുന്നത് എന്നെ കൊണ്ട് പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാർട്ട് ടൈം ആയിട്ട് കയറിയിരുന്നു. ക്ലാസ്സിനിടയ്ക്ക് എല്ലാവരും ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് പഠിച്ചിട്ട്, ഞാൻ മാത്രം ഹാഫ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ജോബിന് കയറിയിട്ട് ഫീസൊക്കെ കുറച്ച് എനിക്ക് അടയ്ക്കാനായിട്ട് പറ്റി. എങ്കിൽ പോലും ക്ലാസ് ഒന്നും മിസ്സാക്കാതെ തന്നെ ഫുൾ ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഹാഫ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ ഇറങ്ങി ജോലിക്ക് പോകാറാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് പറയണം എന്ന് വെച്ചതാണ്, പക്ഷേ എങ്കിൽ പോലും ഏറ്റവും ബെറ്റർ ടൈം ഇതാണെന്ന് എനിക്ക് തോന്നി. എറണാകുളത്ത് വരാൻ നേരം സത്യം പറഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതല്ലാതെ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് എന്നെക്കാൾ കഷ്ടപ്പെട്ടത് എൻ്റെ അമ്മയാണ്. ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്, ഉറങ്ങാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ സഹിച്ച് ഇത്രയും കഷ്ടപ്പെട്ടത് ഈ ഒരൊറ്റ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാട്ടോ. ഇതൊക്കെ കഴിഞ്ഞെങ്കിലും പാർട്ട് ടൈം ജോബിൽ ഞാൻ സ്റ്റക്കായെങ്കിലും ഈ ഒരൊറ്റ പാർട്ട് ടൈം ജോബിൽ നിന്നതുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം നല്ല നല്ല മേക്കപ്പ് പ്രോഡക്റ്റ്സ് എനിക്ക് വാങ്ങാൻ പറ്റിയത്. ഇതിനിടയിൽ കറണ്ടൊക്കെ പോയി, എല്ലാം കഴിഞ്ഞു. ഇത് മാത്രം കട്ട് ചെയ്യുന്നേ. ഈ ഒരു നാച്ചുറൽസ് അക്കാദമിയിൽ പഠിക്കാനായിട്ട് വന്നത് മേക്കപ്പാണ്. പക്ഷേ മാസ്റ്റർ ഡിപ്ലോമയാണ് ഞാൻ അവിടെ ചെന്നിട്ട് ചൂസ് ചെയ്തത്. അതിൽ സ്കിന്നും ഹെയറും മേക്കപ്പും ഒക്കെ ആഡഡ് ആണ്. സോ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ആരുടെ മുന്നിലും തലകുനിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ജീവിക്കുന്നു. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേടുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നേടാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.